റഫാൽ കേസിൽ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കി സുപ്രീം കോടതി. റഫാൽ കേസ് വാദത്തിനിടെ അഡ്വക്കേറ്റ് ജനറൽ കെ വേണുഗോപാലും കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. മോഷ്ടിച്ച രേഖകളും കോടതിക്ക് പരിഗണിക്കാമെന്ന് മൂന്നംഗ ബെഞ്ചിലെ ജസ്റ്റിസ് KM ജോസഫ് വ്യക്തമാക്കി. റഫാലുമായി ബന്ധപ്പെട്ട രേഖകൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യരേഖകളാണെന്നും ഇവ പുറത്തുവിടുന്നത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണെന്നും കെ വേണുഗോപാൽ കോടതിയിൽ വാദിച്ചു. അഴിമതി പോലെ ഗുരുതരമായ ഒരു കുറ്റം നടന്നെന്ന് കരുതുക, അപ്പോൾ രാജ്യസുരക്ഷയുടെ മറവിൽ അതിനെ മൂടിവെക്കുമോ എന്നും ജസ്റ്റിസ് KM ജോസഫ് ചോദിച്ചു. മോഷ്ടിച്ച രേഖകൾ പോലും പ്രസക്തമെങ്കിൽ പരിഗണിക്കാമെന്ന് കോടതി നിരവധി വിധികളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് KM ജോസഫ് ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് റഫാൽ കേസ് പരിഗണിക്കുന്നത്. റഫാൽ കേസിൽ സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് കോടതി പരിഗണിച്ചത്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവരാണ് റഫാൽ കേസിൽ പുതിയ രേഖകൾ പുറത്തു വന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ചില ഉദ്യോഗസ്ഥരുടെ കൂടി പങ്കാളിത്തത്തോടെ മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് ദി ഹിന്ദു പത്രത്തിൽ വന്നതെന്നാണ് കെ വേണുഗോപാൽ വാദിച്ചത്. മോഷ്ടിക്കപ്പെട്ട രേഖകൾ പ്രസിദ്ധീകരിച്ച ദിനപത്രം ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം കുറ്റമാണ് ചെയ്തതെന്നും പത്രത്തിനെതിരെ കേസെടുക്കണമെന്നും പ്രതിരോധ മന്ത്രിയുടെ മറുപടി കുറിപ്പില്ലാതെ തെറ്റിദ്ധരിപ്പിക്കും വിധം പകുതി മാത്രമാണ് പത്രത്തിൽ വന്നതെന്നും കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. ദ ഹിന്ദുവും NIAയും പുറത്തുവിട്ട റഫാൽ രേഖകൾ മോഷ്ടിച്ചതാണെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞ കാര്യം അംഗീകരിച്ചാലും കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പരിഗണിക്കേണ്ടി വരുമെന്നാണ് ജസ്റ്റിസ് കൗൾ പറഞ്ഞത്. കോടതിയെ സ്വാധീനിക്കാനാണ് ഈ റിപ്പോർട്ടുകൾ ഹിന്ദു പുറത്തുവിട്ടതെന്നും ഇത് കോടതി ലക്ഷ്യമാണെന്നും പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നും അഡ്വക്കേറ്റ് ജനറൽ കോടതിയോട് ആവശ്യപ്പെട്ടു. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് മോദി ഗവൺമെന്റിന്റെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന ഹിന്ദു പത്രത്തിനെതിരെയാണിപ്പോൾ കേന്ദ്രത്തിന്റെ കോപം മുഴുവൻ. ഏതു വിധേനയും ഹിന്ദുവിനെതിരെ കേസെടുക്കാനുള്ള നടപടികളാണ് അഡ്വക്കേറ്റ് ജനറൽ ആരായുന്നത്.